നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്തിന്റെ പേരിൽ നിരവധി ആളുകളെയാണ് ഓരോ ദിവസവും അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതികൾ സ്വർണം സ്വന്തമായി വാങ്ങുന്നവർക്ക് പോലും ഒരു പേടിയാണ്. കാരണം ചെറിയൊരു സംശയം തോന്നിയാൽ പോലും യാത്രക്കാരെ ഉദ്യോഗസ്ഥർ പിടിച്ചു നിർത്തുന്നത് പതിവാണ്. തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അത്തരത്തിലൊരു വാർത്ത തന്നെ പുറത്തു വന്നിരുന്നു. അതായത് വിനോദയാത്ര പോയി തിരിച്ച് നാട്ടിലേക്ക് എത്തിയ യുവതിയുടെ സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണക്കടത്താണോ എന്ന സംശയത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അതിന്റെ സംഭവത്തിന് പിന്നാലെ വർഷങ്ങളുടെ നിയമ പോരാട്ടത്തിലൂടെ തന്റെ സ്വർണ്ണാഭരണങ്ങൾ അവർ തിരികെ വാങ്ങിയിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ള വാർത്തയായിരുന്നു പുറത്തു വന്നത്. ഇത്തരത്തിൽ സ്വന്തം ഉടമസ്ഥതയുള്ള സ്വർണ്ണമാണെങ്കിൽ പോലും പലപ്പോഴും പിടിക്കപ്പെടുന്ന ഒരു സംവിധാനം ആയിട്ട് മാറുന്നുണ്ട് ഈ ചെക്കിംഗ് എന്ന് പറയുന്നത്. ഇതൊരു തരത്തിൽ യാത്രക്കാർക്ക് വലിയൊരു തലവേദന തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് ഒരാശ്വാസമാകുന്ന, ഇന്ത്യൻ പ്രവാസികൾക്ക് ഒരാശ്വാസമാകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇന്ത്യക്കാർക്ക് ഏറെ ആശ്വാസമാകുന്ന ഒരു വിധി തന്നെ പുറത്തു വന്നിരിക്കുന്നു. അതായത് യാത്രക്കാർ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണെങ്കിൽ, പാരമ്പര്യമായി ലഭിച്ച ആഭരണങ്ങളാണെങ്കിൽ അത് ഇന്ത്യൻ വിമാനത്താവളങ്ങളിലെ ഉദ്യോഗസ്ഥർ, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കാൻ പാടില്ല എന്നാണ് ഒരു വിധി വന്നിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയാണ് ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്വന്തമായുള്ളതോ സമ്മാനമായിട്ട് ലഭിച്ചതോ പാരമ്പര്യമായി കൈമാറി വന്നതോ ആയിട്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ഒരാൾ വരുമ്പോൾ എയർപോർട്ടിൽ അത് ചോദ്യം ചെയ്യപ്പെട്ട ദുരനുഭവം ഉണ്ടാകുന്ന നിരവധി ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള പരാതികൾ കുന്നുകൂടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഇത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. 30-ലധികം ഹർജികളാണ് ഇത്തരത്തിൽ കോടതി നിരീക്ഷിച്ചത് എന്നാണ് വിവരം. ജസ്റ്റിസ് പ്രതിഭ എം സിംഗും രാജ്നീഷ് കുമാർ ഗുപ്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചത്. സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ടുള്ള ആഭരണങ്ങൾ യാത്രക്കാർ കൈവശം വയ്ക്കുന്നത് പ്രത്യേക കാരണമില്ലാതെ കസ്റ്റംസ് തടയാൻ പാടില്ല എന്നാണ് ഇതിന്റെ പേരിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. യാത്രക്കാർക്ക് മേലുള്ള അധിക്ഷേപങ്ങൾ തടയാൻ എയർപോർട്ട് ജീവനക്കാർക്ക് പ്രത്യേക വർക്ക്ഷോപ്പുകൾ ഏർപ്പെടുത്തണമെന്നും കോടതി അധികൃതരോട് നിർദ്ദേശിച്ചു. 2016 മുതൽ നിലവിലുള്ള ബാഗേജ് നിയമപ്രകാരം 1 വർഷത്തിലേറെ വിദേശവാസം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഇന്ത്യൻ പൗരന്മാരിൽ സ്ത്രീകൾക്ക് 40 ഗ്രാം വരെയും പുരുഷന്മാർക്ക് 20 ഗ്രാം വരെയും സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇതിൽ വലിയ വ്യത്യാസമില്ല എങ്കിൽ ചോദ്യം ചെയ്യാൻ നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഉപയോഗിച്ചതോ പാരമ്പര്യമായി ലഭിച്ചതോ ആയിട്ടുള്ള ആഭരണങ്ങൾ ഇക്കൂട്ടത്തിൽ പെടില്ല. ഇത് ആശയക്കുഴപ്പത്തിനും പൊരുത്തക്കേടുകൾക്കും കാരണമാകുന്നു എന്ന് കണ്ടെത്തി. ഇതിനാലാണ് കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധനവ് കണക്കിലെടുക്കേണ്ടതില്ല എന്നും മെയ് 19-നകം നിയമങ്ങൾ ഭേദഗതി ചെയ്യുകയോ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം പുറപ്പെടുവിക്കുകയോ ചെയ്യാൻ കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴകിയ ആഭരണങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കസ്റ്റംസ് വ്യക്തമാക്കണമെന്നും ലളിതമാക്കണമെന്നും ഒക്കെയാണ് കോടതി പറയുന്നത്. ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് വിവാഹങ്ങൾക്കും ഉത്സവങ്ങൾക്കും ഒക്കെ വീട്ടിലേക്ക് മടങ്ങുന്നവർ പലപ്പോഴും സ്വർണം ഇത്തരത്തിൽ ചെറിയൊരു സമ്പാദ്യം പോലെ കൊണ്ടുവരാറുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം നേരിടേണ്ടി വരും. അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇതിപ്പോൾ റിപ്പോർട്ട് വരുമ്പോൾ പലരും പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സ്വർണ്ണങ്ങൾ വ്യക്തിഗതമോ പാരമ്പര്യമോ ആയിട്ടുള്ള ആഭരണങ്ങളാണെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അത് പിടിച്ചെടുക്കുകയോ തടങ്കലിൽ വെക്കുകയോ ചെയ്യരുത് എന്നുള്ള വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. യാത്രക്കാരെ ഉപദ്രവിക്കുന്ന തരത്തിലാകരുത് പരിശോധനയെന്നും ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. പീഡനം തടയുന്നതുമായി ബന്ധപ്പെട്ട് വിമാനത്താവള ജീവനക്കാർക്കായി സെൻസിറ്റിവിറ്റി വർക്ക് ഷോപ്പുകൾ നടത്തേണ്ടതുണ്ട് എന്നും അവർ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. UAE-യിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ഈ തീരുമാനം പ്രത്യേകിച്ചും ആശ്വാസകരം തന്നെയെന്ന് പറയേണ്ടി വരും. പലരും വിവാഹ സീസണുകളിലോ ഉത്സവങ്ങളിലൊക്കെയാണ് നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ പലപ്പോഴും പലരുടെയും കയ്യിൽ സ്വർണ്ണങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള സ്വർണ്ണത്തിന് ഇപ്പോൾ തീ പൊള്ളുന്ന വിലയാകുന്ന സാഹചര്യത്തിൽ UAE പോലുള്ള സ്ഥലങ്ങളിൽ വില കുറവുള്ള സ്വർണം തീർച്ചയായിട്ടും സ്വന്തമാക്കിയിട്ടാണ് പല പ്രവാസികളും ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസമാകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ, അതായത് തെറ്റ് ചെയ്യാത്തിടത്തോളം, സ്വർണം കടത്താത്തിടത്തോളം സ്വന്തമായി ഉടമസ്ഥതയിലുള്ള സ്വർണ്ണമാണ് കയ്യിലുള്ളത് എന്നതോളം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആളുകൾ സംശയത്തിന് നിഴലിലാകാതെ രക്ഷപ്പെടുന്ന ഒരു വിധി തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നു കരുതി അനധികൃതമായിട്ട് സ്വർണം കടത്തി ഇത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമൊന്നും നടത്താൻ പാടില്ല എന്നും കൃത്യമായിട്ടുള്ള പരിശോധന ഉണ്ടാകുമെന്നുള്ള നിർദ്ദേശവും പുറത്തു വന്നിട്ടുണ്ട്.